ഹായ് കൂട്ടുകാരെ, ഞങ്ങളുടെ കൊണ്ടാട വടക്കേക്കാവിൽ ഈ ഇടയ്ക്ക് നടന്ന മുടിയേച്ചാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും പൊട്ടിപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് പോരായ്മയുണ്ടെങ്കിൽ മാപ്പ് പറയുന്ന കഥ എനിക്കറിയുന്ന കഥയാണ് ഞാൻ പറയുന്നത്. ആദ്യം നാരദൻ വന്നു മഹാദേവനോട് ദാരികേന്ദ്രൻ്റെയും ഭരണത്തിൻ്റെ കാര്യങ്ങളെല്ലാം സങ്കട രൂപത്തിൽ പറയുന്നു. അതിൽ നിന്ന് ദാരികേൻ്റെ പുറപ്പാടാണ് നിങ്ങൾ കാണുന്നത്. ദാരികൻ 3 ലോകത്തിൻ്റെ അധിപതിയായാണ് ദാരികൻ വരുന്നത്. മേഘത്തിൻ്റെ അഗ്നിയുടെയും അകമ്പടിയോടെ തന്നെ നമുക്ക് കണ്ണിനെല്ലാം നമുക്ക് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ആവേശം തോന്നും. അത് എന്ന് ദാരികൻ 3 ലോകത്തിന് ഞാനാണ് അധിപതി, എന്നെ കൊല്ലാൻ ഒരു പെണ്ണാണോ എന്ന് ചോദിച്ച് പറയുന്നു. അതിന് ദേവി തീകോവിലിൻ്റെ അകത്തുനിന്ന് ദേവി പുറപ്പെടുന്നതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. തീകോവിലിൻ്റെ അകത്ത് നിന്ന് ഉടവാൾ പൂജിച്ച് ആ ഉടവാളാണ് ദേവി കയ്യിലേന്തി ദേവിയും ദേവിയുടെ ജലങ്ങളും ദാരികനെ വധിക്കാൻ ഇറങ്ങുന്നു. ദേവിയുടെ പുറപ്പാടാകുന്നത്. ഒപ്പം ദേവി ഘോരരൂപിണിയായി ആണ് ദേവി ആ സമയത്ത് നമ്മൾ കാണുന്നത്. പള്ളിവാളും എല്ലാം ഏന്തി. അത് കഴിഞ്ഞ് മേളം അതിൻ്റെ മൂർത്തീഭാവത്തിൽ കൊട്ടിക്കയറുവാണ്. ഒപ്പം എൻ്റെ കൂട്ടുകാരും. ഒപ്പം അത് കഴിഞ്ഞിട്ട് പുറത്തിറങ്ങുകയും പുറത്ത് കോയമ്പട നായർ വന്ന് ഇതിൻ്റെ കാര്യങ്ങളും ദാരികൻ്റെ എല്ലാ കാര്യം പറയുകയും അതിന് നമ്മുടെ നമ്മളെ ചിരിപ്പിക്കാനായി വന്ന കൂലി വന്ന് പറയുകയും കൂലി ഓരോ ആൾക്കാരെ പിടിക്കുന്നു, ഓരോ ആൾക്കാരെ ഓടിക്കുന്നു. മിക്ക ആൾക്കാരെ ഓടിത്താത്ത ദേവിയെ വിളിച്ചു വരുത്തി ദേവിയുടെ ദാരികൻ്റെയും ദാരിവേന്ദ്രൻ്റെയും ഭരണത്തിലുണ്ടായ സങ്കടങ്ങൾ പറയുന്ന അവസാനം ദേവിയും ദാരിവേന്ദ്രനും കൂലിയുമുള്ള മഹായുദ്ധമാണ് ഇപ്പം ഇന്ന് കാണുന്നത്. ആ യുദ്ധത്തിലെ ഏറ്റവും അവസാനം ദേവി അവരെ തല തിരിച്ച് വെട്ടിയെടുക്കുകയും അങ്ങനെയാണ് ഈ കഥ അവസാനിപ്പിക്കുന്നത് അവർ.